ഒരു നാടൻ തോരൻ ഉണ്ടാക്കാം. നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും ചേർത്തിട്ടുള്ള തോരൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? മുരിങ്ങയിലയും പരിപ്പും ചേർത്തിട്ടുള്ള തോരൻ. അപ്പോൾ വീട്ടിൽ മുരിങ്ങയില ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കിക്കോളൂ, ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലുണ്ടെങ്കിൽ മേടിച്ച് ഉണ്ടാക്കണം. വീട്ടിലെല്ലാവരും ഉണ്ടാവില്ല മുരിങ്ങയില. ശരി, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പുറത്തെ വീട്ടിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങയൊന്നുമില്ല. ഞങ്ങളിവിടെ ഇളയച്ചൻ്റെ വീട്ടിൽ നിന്ന് മുരിങ്ങയില പറിച്ചിട്ടാണ് കേട്ടോ മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത വീട്ടിലോ അതിൻ്റെ അടുത്ത വീട്ടിലോ പോയിട്ട് മുരിങ്ങയില വാങ്ങിച്ചിട്ട് തോരൻ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. അപ്പോൾ മുരിങ്ങയില കിട്ടുന്ന സാഹചര്യത്തിലുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമ്മുടെ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികളെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ചിലപ്പോൾ വീഡിയോയുടെ താഴെ കമന്റ് വരാം, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരു ഇൻട്രോ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ഉള്ളത്. നമ്മളെല്ലാവരും ഒരേ ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഫ്രീ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങയില തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങയില പരിപ്പ് തോരന് മുരിങ്ങയില എങ്ങനെയാണ് അടർത്തിയെടുക്കാൻ നോക്കാം. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണിത്. അറിയുന്ന ആളുകളൊന്ന് സ്കിപ്പ് ചെയ്തോളൂ. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് മുരിങ്ങയില എങ്ങനെയാണ് എടുക്കുക എന്നറിയില്ല. നമ്മൾ തണ്ടോടുകൂടി എടുക്കുന്ന ചില ഇലകളുണ്ട്, അതുകൊണ്ടാണിത് പറയുന്നത്. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ഇളയ മുരിങ്ങയില എടുക്കുക കേട്ടോ, മൂപ്പ് കൂടിയ മുരിങ്ങയില എടുക്കരുത്. അതിനുശേഷം നമ്മൾ ഇതുപോലെയുള്ള തണ്ടുണ്ടല്ലോ, ഇത് ഓരോന്നായിട്ട് അടർത്തിയതിന് ശേഷം ഇങ്ങനെ അടർത്തിയെടുക്കുക എളുപ്പത്തിനായിട്ട്. ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്നായിട്ട് അടർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടർത്തിയെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഈ തുമ്പിൽ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വിട്ട് കിട്ടും. ഇത് കണ്ടോ? അപ്പോൾ എപ്പോഴും ഈസി ഇളയ മുരിങ്ങയിലയാണെങ്കിൽ ഇതുപോലെ തുമ്പിൽ പിടിച്ചിട്ട് വലിക്കുക, നന്നായിട്ട് എളുപ്പത്തിൽ അടർത്തിയെടുക്കുക. ഇത് കണ്ടോ? അതായത് കുറച്ച് മൂപ്പ് കൂടിയ ഇലയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടർത്തി വരുമ്പോഴും ഈ തുമ്പ് വരുമ്പോൾ വീണ്ടും ഇതുപോലെ 2 or 3 തണ്ടായിട്ട് വീണ്ടും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ മുരിങ്ങയില മുഴുവൻ ഇപ്പോൾ അടർത്തി വെച്ചിട്ടുണ്ട്. കഴുകി എടുത്തിട്ടില്ല, കഴുകിയെടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് നമുക്ക് തലേ ദിവസം രാവിലത്തേക്കാണ് കറി ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ കഴുകി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സിപ്പ് ലോക്ക് ബാഗിലോ ആക്കി എടുക്കാം. ഞാനിപ്പോൾ 2.5 കപ്പ് മുരിങ്ങയിലയാണ് ഈ അടർത്തി എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇതിലേക്കായിട്ട് 1/2 കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ മുരിങ്ങയില എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടുന്നേ ഉള്ളൂ. പരിപ്പാണ് ആദ്യം നമ്മൾ കഴുകിയെടുക്കേണ്ടത്. പരിപ്പ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആദ്യം പരിപ്പ് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിപ്പ് കുക്ക് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകരുത്, കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കുക. കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. കഴിക്കുമ്പോൾ ആ കുഴഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കുഴയാതിരിക്കുന്ന രീതിയിലുള്ള തോരനാണ് ടേസ്റ്റ്. പിന്നെ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമുള്ള ആളുകൾക്ക് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പരിപ്പിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള അരപ്പും കൂടി റെഡിയാക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് തോരനിൽ, പച്ചമുളകും ചേർക്കുന്നുണ്ട്. 1 പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി, 2 ഉള്ളി. ഇത് വെളുത്തുള്ളി ചേർക്കുന്നത് പരിപ്പായതുകൊണ്ടാണ്. വെളുത്തുള്ളി താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഒരു 2-3 ഇതൾ കറിവേപ്പില ചേർക്കാം. നമ്മുടെ തേങ്ങ ചിരവിയത്, ഞാനിപ്പോൾ 1 കപ്പാണ് തേങ്ങ ചിരവിയത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരിപ്പിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അരപ്പിലും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. കാശ്മീരി ചില്ലി പൗഡർ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, അധികം എരിവുണ്ടാവില്ല. പിന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയും ചേർത്ത് നമ്മൾ സാധാരണ തോരന് ഒതുക്കിയെടുക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും എല്ലാം ചേർത്ത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ സവോള ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഉള്ളി ചേർക്കാം. ഒരു 10 ഉള്ളി എടുത്താലും മതി. എളുപ്പം സവാള ആയതുകൊണ്ടാണ് സവോള എടുത്തത്. പിന്നെ ഞാൻ നമ്മുടെ മുരിങ്ങയില ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ.
ഇപ്പോൾ ഇതാ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം കേട്ടോ. ഒരു 3 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വറ്റൽമുളക് ചേർക്കുക, ഇല്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ കളർ മാറിപ്പോവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഇല്ലെങ്കിൽ ഉള്ളി. ഇനി ഈ സവോള ഒന്ന് കുക്കായി വരണം. ഇനിയിപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഞാനിപ്പോൾ ആകെ 3 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്, അരയ്ക്കാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കറിയിലേക്ക് ചേർക്കാനും എല്ലാമായിട്ട്. അപ്പോൾ ഉള്ളിയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ നമ്മുടെ തോരന്. ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തോ നീളത്തിൽ കട്ട് ചെയ്തോ ചേർക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയില ആഡ് ചെയ്യാം. അപ്പോൾ മുരിങ്ങയില നമ്മൾ എടുക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിലും നമ്മുടെ ചീര പോലെ തന്നെയാണ്, കുക്കായി വരുന്നതനുസരിച്ച് അളവ് കുറഞ്ഞു വരും. മുരിങ്ങയില ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ പരിപ്പിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ അരപ്പിൻ്റെ കൂടെയും നമ്മൾ പൊടികൾ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയില ചുരുങ്ങി വന്ന് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അരപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. മുരിങ്ങയില ഒന്ന് കുക്കാവുക വേണം. അപ്പോൾ നമ്മുടെ അരപ്പും കുക്കായി കിട്ടണം. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ പരിപ്പിലേക്ക് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മുരിങ്ങയിലേക്കും അതുപോലെ തന്നെ അരപ്പിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില കറക്റ്റായിട്ട് കുക്കായി കിട്ടും. അരപ്പിൻ്റെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരും. ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കട്ടെ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറക്കാം. അത്രയും സമയം ഇളക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇരുന്ന് ഇലകൾ കുക്കായിക്കോട്ടെ, അരപ്പും കുക്കായിക്കോട്ടെ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ മുരിങ്ങയിലയും അരപ്പും ചേർത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 3 മിനിറ്റ് ആയി. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ആഡ് ചെയ്യാം. പരിപ്പ് ഇത് കണ്ടോ, ഇതുപോലെയാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം വെള്ളമില്ല, ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് ചേർക്കാം. പരിപ്പും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ സാധാരണ മുരിങ്ങയില തോരൻ നമുക്ക് എപ്പോഴും കഴിക്കാം. കർക്കിടക മാസം ഒഴിച്ച് ബാക്കിയുള്ള മാസത്തിലൊക്കെ മുരിങ്ങയിലയുടെ തോരൻ കഴിക്കുന്നതുകൊണ്ടോ മുരിങ്ങയിലയും പരിപ്പും ചേർത്ത് കറി ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മുരിങ്ങയില മാത്രം തോരൻ കഴിക്കുന്നതുകൊണ്ടോ കുഴപ്പമൊന്നുമില്ല. കർക്കിടക മാസത്തിൽ മാത്രമാണ് മുരിങ്ങയില കഴിക്കരുതെന്ന് പണ്ട് മുതലേ പറയുന്നത്. അപ്പോൾ കണ്ണിനാണെങ്കിലും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് മുരിങ്ങയില. അപ്പോൾ കണ്ടോ, നമ്മൾ പരിപ്പ് ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കുഴഞ്ഞു വരും. ഇനി എന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കുഴഞ്ഞ് തന്നെ പോവും. തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ പരിപ്പിലും മുരിങ്ങയിലും എല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക കറക്റ്റാണോ ഉപ്പിൻ്റെ അളവ് എന്നുള്ളത്. ഇതുപോലെ ചട്ടിയുടെ നടുഭാഗത്ത് നിന്നൊന്ന് നീക്കിയിട്ട് കൊടുക്കുക. ഇടയ്ക്ക് നടുഭാഗത്തേക്ക് നീക്കിയിടുക, ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ ഡ്രൈ ആയി കിട്ടും. ഇല്ലെങ്കിൽ അടച്ചു വെച്ചാൽ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് അല്ല. അതുകൊണ്ടാണ് ഈ ഡ്രൈ ആക്കി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പരിപ്പ് കുഴഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് കുഴഞ്ഞൊന്നും വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ
വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തലേ ദിവസം മുരിങ്ങയില റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം രാവിലെ വേഗം തന്നെ കറി റെഡിയാക്കി എടുക്കാം. ഇതൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം കേട്ടോ, എങ്കിലേ അത് കറക്റ്റായിട്ട് ഡ്രൈ ആവുള്ളൂ. വളരെ ഈസി അല്ലേ, മുരിങ്ങയില അടർത്തിയെടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ ഇളയ തണ്ടൊക്കെ ആണെങ്കിൽ ഇലയുടെ കൂടെ ചേർന്നെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മൂപ്പ് കൂടിയ തണ്ടുകളുള്ളത് മാത്രം ചേർക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പരിപ്പ് ചേർക്കാതെയും മുരിങ്ങയില തോരൻ വയ്ക്കാം. നമ്മുടെ ചെറുപയർ ചേർത്തിട്ട് തോരൻ വയ്ക്കാം. പൊതുവെ എപ്പോഴും നമ്മൾ പരിപ്പ് ചേർത്തിട്ടാണ് തോരൻ വയ്ക്കുക. ചെറുപയറും മുരിങ്ങയിലയാണെങ്കിലും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് പരിപ്പ് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം, വയറുവേദന എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് ചെറുപയർ ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ചെറുപയർ ചേർത്തിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത്രേ ആക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് വയ്ക്കാം. ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള ഈ മുരിങ്ങയില പരിപ്പ് തോരൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.